ഹെൽത്തി വിമൻ ബിൽഡ് ഹെൽത്തി ജനറേഷൻസ് എന്നാണല്ലോ. അപ്പോൾ ഒരു സ്ത്രീ ആവുന്നതിന് മുൻപ് അവൾ കൗമാരപ്രായത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ കൗമാരപ്രായത്തിലെ തന്നെ അവളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ മാത്രമേ അവൾക്ക് ആരോഗ്യവതിയായിട്ടുള്ള ഒരു അഡൽട്ടായിട്ട് മാറുവാൻ വേണ്ടി സാധിക്കാറുള്ളൂ. അപ്പോൾ കൗമാരപ്രായത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് പലർക്കും ഒരു തിരിച്ചറിവില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ചിലർക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും അല്ലേ? ആ ഇറഗുലർ എന്ന് പറയുന്നത് ചിലപ്പോൾ 24 ദിവസത്തിൽ താഴെ അവർക്ക് പീരീഡ്സ് വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ 38 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പീരീഡ്സ് വരിക. അപ്പോൾ അവരുടെ എല്ലാം കണക്കിൽ മാസത്തിലൊരിക്കൽ പീരീഡ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ മേൽ പറഞ്ഞ പോലെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് രക്തം അധികം പോകുന്നത് കാരണം ചിലപ്പോൾ ക്ലോട്ട്സ് പോകുന്നുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് HBയുടെ അളവ് വളരെയധികം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണം. അതുപോലെ തന്നെ ചിലർക്ക് പീരീഡ്സിൻ്റെ സമയത്ത് വേദന ഉണ്ടാവും. നമുക്കറിയാം ചില വേദനകൾ മൈൽഡർ ആയിട്ടുള്ള വേദനയാണെങ്കിൽ അത് നോർമലാണ്. പക്ഷേ അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന വിധത്തിൽ, നമുക്ക് ഡെയിലി ലൈഫിലെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ, നമുക്ക് മരുന്നുകൾ എടുത്താലേ വേദന കുറയൂ എന്നുള്ള കണ്ടീഷനിലേക്കൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കാരണമാണോ ഈ വേദന വരുന്നത് എന്ന് റൂൾ ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്കിന്ന് വളരെയധികം ഒരു 10 പേരിൽ എടുത്തു കഴിഞ്ഞാൽ പകുതിയിലധികം പേർക്കും PCOD ഉണ്ട്. അപ്പോൾ സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തപ്പോൾ കുട്ടികൾ പറഞ്ഞതിൽ മിക്കവർക്കും PCODയുടെ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ നമ്മുടെ മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾ, ഫുഡ് ഹാബിറ്റ്സ് ഒക്കെയാണ് അതിന് കാരണം. അപ്പോൾ PCODയെയും നിങ്ങൾ നിസ്സാരമായിട്ട് കരുതരുത്. അത് ചെറിയ ചെറിയ ടിപ്പുകളിലൂടെ തന്നെ, ഭക്ഷണ രീതികൾ മോഡിഫൈ ചെയ്തുകൊണ്ട്, എക്സസൈസ് ചെയ്തുകൊണ്ടൊക്കെ തന്നെ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് ജസ്റ്റ് മുഖക്കുരുവോ അമിത രോഗം വളർച്ചയോ മാത്രമല്ല PCOD കാരണം ഉണ്ടാകുക. ഭാവിയിൽ പല പല അസുഖങ്ങളിലേക്കും നയിക്കാവുന്ന ഒരു സൈലൻ്റ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ വിമൻസ് ഡേയിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് കൗമാരപ്രായം മുതൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കൊടുത്തുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.